അല്ല മനസ്സാ കൊറേ നേരം ആയാലും നിങ്ങൾ ഈ തുടങ്ങിയിട്ട് ചെവിയിൽ ഫോൺ വെച്ചിക്കാണ്ട് കുറച്ചേരം ഓത്തി വെക്കുക പിന്നെ ബാങ്ക് വെക്കുക എന്താണ് അത്? നമ്മളെ പള്ളിക്കലെ മുക്കറി ഈ പെരുന്നാളെ ഞാൻ പോവാണ്. പുതിയ മുക്കറിനെ തെരഞ്ഞെടുക്കാന് അതിന്റെ ഇന്റർവ്യൂ ഞാൻ ഫോണിൽ കൂടി നടത്തുകയാണ്. ഈ നല്ലോ അറിവ് പഠിച്ചിക്കാണ്ട് വന്ന ഈ ഉസ്താമാരെ ഇന്റർവ്യൂ നടത്തുന്നത് നിങ്ങളാ? നിങ്ങൾക്ക് അതിന് ശരിക്കും ഓതാ അറിയാം? ഇത് പറഞ്ഞിട്ടാ നബീസ് വെച്ചെന്താ ഓത്തൊന്നും അറിയില്ല. ഞാൻ ഇപ്പൊ നമ്മളെ മഹല്ലിലെ സെക്രട്ടറി അല്ലേ. നിങ്ങളെ പൈസ കണ്ടിട്ട് ഈ നാട്ടുകാർ നിങ്ങളെ പള്ളി സെക്രട്ടറി ആക്കിയതല്ലേ, അല്ലാതെ നിങ്ങൾ അറിവോണ്ടാക്കിയതല്ലല്ലോ. ഇപ്പൊ വാട്സപ്പ് ഓത്തും ബാങ്കും വരില്ലേ, ഇതൊക്കെ നോക്കി സെലക്ട് ചെയ്തിപ്പോ ഞാൻ എടുക്കണമല്ലോ. പ്രസിഡന്റ് എന്നോട് പറയാണ് ഒരു മുക്രിനെ തെരഞ്ഞെടുക്കാന്. ഓത്തും ബാങ്കും നമ്മളെ അറമിലെ പള്ളിക്കത്തെ മാരിയുള്ള സൗണ്ടിലുള്ള ആള് വേണം. ആള് നല്ല ചൊറുക്കുമാണോ, നല്ല താടിയൊക്കെ വെച്ച ആളാവണം. പള്ളിക്കൽ ഉസ്താദില്ലാത്ത നേരത്ത് മിമ്പർമ കയറിക്കാണ്ട് കുത്തുബോധം അറിയേണ്ട ആളാവണം. അതുമല്ല കക്കൂസും കുളിമുറി പള്ളിക്കത്ത് മുഴുവൻ മോറണം. മോലേർക്ക് ചെലവ് കൊണ്ടിരണം. ഇപ്പൊ ഇങ്ങനെയൊക്കെ ആളെ കിട്ടി സെലക്ട് ചെയ്ത് കിട്ടിയാലും ഓനെ ശമ്പളം എത്ര കൊടുക്കാന്ന് ഞാൻ ഓനോട് ചോദിച്ചപ്പോ എന്നോട് അറിയാം ഒരു 10,000 കൊടുക്കുക. ആ രീതിയിലുള്ള ആളെടുത്താൽ മതി.